Hello dear students, welcome to Mathroad. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാട്രിസസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് മാട്രിസസിന്റെ ഓപ്പറേഷൻസ് ആണ്. അതായത് മാട്രിസസ് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഓപ്പറേഷൻസ് ഓൺ മാട്രിസസ്, രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതായത് രണ്ട് മാട്രിസസിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാം. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് മാട്രിസസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, സബ്ട്രാക്ട് ചെയ്യാറുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്, ഡിവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ മാട്രിസസിൽ മെയിനായിട്ട് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഡിവിഷൻ എന്തില്ല, മാട്രിസസിലില്ല. അതിന് ചില പ്രത്യേക റീസൺസ് ഉണ്ട്. എന്തായിരുന്നാ നമുക്ക് ഇതിലെ ഫസ്റ്റ് ഓപ്പറേഷനായ അഡീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അഡീഷൻ ഓഫ് മാട്രിസസ്, രണ്ട് മാട്രിസസിനെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് മാട്രിസസിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് സെയിം ഓർഡർ ആയിരിക്കണം. അതിപ്പോൾ ഒരു മാട്രിക്സ് ഇപ്പോൾ 2/3 മാട്രിക്സ് ആണെങ്കിൽ മറ്റേ മാട്രിക്സ് എന്തായിരിക്കണം, 2/3 ആയിരിക്കണം. സെയിം ഓർഡർ ഉള്ള മാട്രിസസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2 3 -3 5 ഇതെന്താണ്, ഒരു മാട്രിക്സ് ആണ്. ഓക്കെ, ഈ മാട്രിക്സിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു മാട്രിക്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 2/2 മാട്രിക്സ് ആണെങ്കിൽ അടുത്ത മാട്രിക്സ് എന്തായിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. 2/2 മാട്രിക്സ് തന്നെ ആയിരിക്കണം എന്ത്, നമ്മൾ ആഡ് ചെയ്യുന്ന മാട്രിക്സ്. അപ്പോൾ ഇവിടെ 5 0 3 4 ഈ രണ്ട് മാട്രിക്സസും നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്, നെക്സ്റ്റ് മാട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മാത്രം ആഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എലമെന്റ്, ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എലമെന്റ്. അപ്പോൾ ഈ നമ്പറും ഈ നമ്പറും ആഡ് ചെയ്യുക. 2 + 5 അത് ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എലമെന്റിൽ എഴുതുക 7. നെക്സ്റ്റ് ഈ എലമെന്റും ഇവിടുത്തെ എലമെന്റും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ്, ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ്. അപ്പോൾ 3യും 0യും ആഡ് ചെയ്തു. 3 + 0 3. നെക്സ്റ്റ് -3 + 3 എന്താവും, 0 ആവും. നെക്സ്റ്റ് 5 + 4 എന്തായിരിക്കും, 9. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് തന്നെ ആയിരിക്കും, ഒരു 2/2 മാട്രിക്സുള്ള ഓർഡറുള്ള മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മാട്രിക്സിനെ ആഡ് ചെയ്യുമ്പോൾ സെയിം ഓർഡർ ആയിരിക്കണം. അതായത് ഈ മാട്രിക്സ് 2/2 ആണെങ്കിൽ ഈ മാട്രിക്സ് എന്തായിരിക്കണം, 2/2 ആയിരിക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എന്തായിരിക്കും, സെയിം ഓർഡറുള്ള മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇത് മറ്റൊരു എക്സാമ്പിൾ 2 1 0 0 0 5 പ്ലസ്. അപ്പോൾ ഇത് ഏതാണ് മാട്രിക്സിൻ്റെ ഓർഡർ, 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ 2/3 ആണെന്ത്, ഈ മാട്രിക്സിൻ്റെ ഓർഡർ. പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു മാട്രിക്സ് √2 0 5 2 -3 -5. ഓക്കെ, ഈ മാട്രിക്സിന് നമ്മൾ എന്ത് ചെയ്തു, ഈ മാട്രിക്സിനോട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഏതാണ്, 2 റോസും 3 കോളംസും. അപ്പോൾ 2/3. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു 2/3 മാട്രിക്സ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, 2 + √2 2 + √2 നമുക്ക് ആ ഫോമിൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 2 + √2 എന്ന് എഴുതുക. 1 + 0 എന്താണ്, 1. 0 + 5 എന്താണ്, 6. നെക്സ്റ്റ് 0 + 2 എന്താണ്, 2. 0 + -3 that means 0 - 3 -3. 5 + -5 that means 5 - 5 അതെന്തായിരിക്കും, 0. സോ നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു 2/3 മാട്രിക്സ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതായിരിക്കും എന്ത്, മാട്രിക്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സെയിം ഓർഡറുള്ള
മെട്രിക്സ് ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെൻസിനെ മാത്രം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് മെട്രിക്സസ്. നമ്മൾ രണ്ട് മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരു നമ്പേഴ്സിൽ നിന്ന് മറ്റൊരു നമ്പർ മൈനസ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 3/2 മെട്രിക്സ്, 3 റോസ് വേണം, 2 കോളംസ് വേണം. 2 -1 3 5 0 7. ഇതെന്താണ്, ഒരു 3/2 മെട്രിക്സ് ആണ്. 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഓക്കെ, സോ 3/2 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്തായിരിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സെയിം ഓർഡർ ഉള്ള മെട്രിക്സ് ആയിരിക്കണം. ഇത് 3/2 ആണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കണം, 3/2 ആയിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ 5 0 4 -6 -5 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് എലമെന്റ്സിന് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാം. 2 -5 2 - 5 എന്താണ്, -3. ഓക്കെ, നെക്സ്റ്റ് -1 -0 -1 -0 മീൻസ് -1. നെക്സ്റ്റ് 3 -4 3 -4 എന്താണ്, -1. നെക്സ്റ്റ് 5 -6 5 -6 എന്താവും, 5 + 6 ആവും. 5 + 6 എന്താണ്, 11. നെക്സ്റ്റ് 0 -5 0 - എന്താവും, 0 + 5 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 5. നെക്സ്റ്റ് 7 -2 7 -2 എന്താണ്, 5 ആണ്. സോ നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു 3/2 മെട്രിക്സ് ആണ്. സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം ഓർഡർ ഉള്ള മെട്രിക്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സെയിം ഓർഡർ ഉള്ള മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മാത്രം എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് മെട്രിക്സിൻ്റെ ഡിഫറൻസിൻ്റെ ഐഡിയ. നെക്സ്റ്റ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ നെഗറ്റീവ് നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, എ = 2 3 -1 5. ഈ മെട്രിക്സിൻ്റെ നെഗറ്റീവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് എയുടെ നെഗറ്റീവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് -a എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് -1 × a നമ്മൾ ചെയ്താൽ മതി. അതായത് ഒരു മെട്രിക്സിൻ്റെ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് എയുടെ നെഗറ്റീവ് എന്തായിരിക്കും, അതായത് -a എന്തായിരിക്കും, ഈ മെട്രിക്സിനെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് എന്താ, മെട്രിക്സിലെ ഓരോ എലമെന്റിന് എന്ത് ചെയ്യുക, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -1 × -2 എന്താണ്, -2. -1 × 3 എന്താണ്, -3. -1 × -1 എന്തായിരിക്കും, +1. -1 × 5 എന്താണ്, -5. സോ ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ആ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനും എന്ത് ചെയ്യുക, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഈ മെട്രിക്സിലെ എലമെന്റ്സിന്റെ, അതായത് എൻട്രീസിന്റെ സൈന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ഇത് +2 -2 ആയി, +3 -3 ആയി, -1 +1 ആയി, 5 +5 -5 ആയി. സൈന് ഓപ്പോസിറ്റ് ആവും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. അതാണ് എന്ത്, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. സ്കേലാർ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കേലാർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നമ്പർ. അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, a = 3 5 -2 √3 0 7. ഓക്കെ, നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. ഓക്കെ, a = 3 5 -2 √3 0 7. 2/3 മെട്രിക്സ് ആണ്. 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്,
5a നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈ മാട്രിക്സിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്കെയിലാർ ഒരു 5 കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, 5a എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 5നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മാട്രിക്സിലെ എല്ലാ എൻട്രീസിനെയും നമ്മൾ എന്ത് ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 എന്തായിരിക്കും, 15. 5 × 5 25. 5 × -2 -10. 5 × √3 5 √3. 5 × 0 0. 5 × 7 35. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു 2/3 മാട്രിക്സ് ആയിരിക്കും. മാട്രിക്സിൻ്റെ ഓർഡർ ഒന്നും ചേഞ്ച് ആവില്ല, സെയിം ഓർഡർ ആയിരിക്കും. പക്ഷെ ഇതിലെ നമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ആവും. അതായത് ജസ്റ്റ് ഒരു മാട്രിക്സിന് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ. ആ മാട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സിനും എന്ത് ചെയ്യുക, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിക്സ് അഡീഷൻ. മാട്രിക്സസിനെ ആഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചു. അതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. എ, ബി ആൻഡ് സി ആർ മാട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ. എയും ബിയും സിയും എന്താണ്, 3 മാട്രിക്സസ് ആണ്. 3ന്റെ ഓർഡർ എന്താണ്, സെയിം ആണ്. സെയിം ഓർഡറുള്ള 3 മാട്രിക്സ് ആണ് എന്ത്, എ, ബി ആൻഡ് സി. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് നമ്മൾ 2 മാട്രിക്സ് എയും ബിയും എടുത്തു. എ പ്ലസ് ബി ചെയ്യുന്നതും ബി പ്ലസ് എ ചെയ്യുന്നതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് 2 ചെയ്താലും എ പ്ലസ് ബി ആഡ് ചെയ്താലും ബി പ്ലസ് എ ആഡ് ചെയ്താലും എന്തായിരിക്കും, സെയിം ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് അസോസിയേറ്റീവ് ലോ. 3 മാട്രിക്സ് നമ്മൾ ഒരുമിച്ചെടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ എയും ബിയും ആഡ് ചെയ്തു, എന്നിട്ട് സി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബിയും സിയും ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, എ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇല്ലേ, അത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് മാട്രിക്സസിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എയും സിയും ആഡ് ചെയ്യാം, എയും ബിയും ആഡ് ചെയ്യാം, എന്നിട്ട് സി ആഡ് ചെയ്യാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതാണ് എന്ത്, അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ ഒരു മാട്രിക്സിനെ 0 മാട്രിക്സ് കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് സെയിം മാട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ എ എന്നുള്ള മാട്രിക്സിന്റെ റൈറ്റ് സൈഡിൽ 0 മാട്രിക്സ് ആഡ് ചെയ്തു, അതേപോലെ എ എന്നുള്ള മാട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 മാട്രിക്സ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, എ തന്നെയായിരിക്കും. അതായത് മാട്രിക്സിന് ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പോൾ ഈ മാട്രിക്സ് ഏതാണ്, 0 എന്നുള്ളത് 0 മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മാട്രിക്സിന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ 0 മാട്രിക്സ് കൊണ്ട് ആഡ് ചെയ്താലും മാട്രിക്സിന് എന്ത് ചെയ്യില്ല, ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, നെക്സ്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ മീനിങ് ഇത്രയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു മാട്രിക്സിനെ അതിൻ്റെ നെഗറ്റീവ് കൊണ്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 0 മാട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എ എന്നുള്ള മാട്രിക്സിന്റെ നെഗറ്റീവ് മാട്രിക്സ് -a, അതിനെന്ത് ചെയ്തു, എയുടെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു, അതേപോലെ എയുടെ ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു മാട്രിക്സിന്റെ നെഗറ്റീവിനെ അതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഒരു 0 മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എ എന്നുള്ള മാട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നാണ് ആരെ പറയുന്നത്, -a. ഓക്കെ, ഏതൊരു മാട്രിക്സ് എടുത്താലും അതിനൊരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അത് അതിന്റെ നെഗറ്റീവ് മാട്രിക്സ് ആയിരിക്കും. അതിന്റെ പ്രത്യേകത ഇതാണ്, ഒരു മാട്രിക്സും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 0 മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയാണ് എന്തിനുള്ളത്, മാട്രിക്സ് അഡീഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എ പ്ലസ് ബി ആഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു, ബി പ്ലസ് എ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല, സെയിം ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എ പ്ലസ് ബി ആഡ് ചെയ്താലും ബി പ്ലസ് എ ആഡ് ചെയ്താലും എന്തായിരിക്കും, സെയിം ആൻസർ ആയിരിക്കും. സോ നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മാട്രിക്സ്. നമുക്ക് 2 മാട്രിക്സ് ഉണ്ട്, എയും ബിയും. അത് 2 മാട്രിക്സിന്റെ ഓർഡർ എന്താണ്, സെയിം ആണ്. ഓക്കെ, സെയിം ഓർഡറിലെ 2 മാട്രിക്സ് ആണ് എന്ത്, എയും ബിയും. അതേപോലെ കെയും എല്ലും എന്താണ്, സ്കേലാർസ് ആണ്, എന്തെങ്കിലും നമ്പേഴ്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എയും ബിയും ആഡ് ചെയ്തു. ഓക്കെ, എ പ്ലസ് ബി ചെയ്തു, എന്നിട്ട് കെ കൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഒരു നമ്പർ കൊണ്ട് എ പ്ലസ് ബി എന്നുള്ള മാട്രിക്സ് ആഡ് ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്തു. അത് എന്തിന് ഈക്വലാണ്, കെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ കെ എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് രണ്ടും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അതായത് കെ ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ കെ ഇൻറ്റു എ പ്ലസ് ബി എന്തിന് ഈക്വൽ ആണ്, കെ എ പ്ലസ് കെ ബിക്ക് ഈക്വൽ ആണ്. അതേപോലെ
നമ്മൾ എന്ത് ചെയ്തു, രണ്ട് നമ്പേഴ്സ് കെയും എല്ലും എടുത്തു, അതിനെ ആഡ് ചെയ്തു. എന്നിട്ട് എനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്തിന് ഈക്വൽ ആണ്? കെ എ ആദ്യം ചെയ്തു, അതേപോലെ എൽ എ പിന്നീട് ചെയ്തു, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ എക്സാമ്പിൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഈ റിസൾട്ടൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. വേറെ എക്സാമ്പിൾസ് കാണിക്കുന്നില്ല, ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നമുക്ക് വളരെ നല്ല പ്രോബ്ലംസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മുടെ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്: ഇഫ് എ ഈക്വൽ ടു 8 0 4 -2 3 6 ആൻഡ് ബി ഈക്വൽ ടു 2 -2 4 2 -5 1, then find the matrix X such that 2a plus 3x equal to 5b. നമുക്ക് രണ്ട് മാട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും എന്താണ്? 3/2 മാട്രിക്സ് ആണ്. ഓക്കെ, 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. എയും ബിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? എക്സ് എന്നുള്ള മാട്രിക്സ് ആണ്. ഓക്കെ, അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 2a plus 3x equal to 5b ആയിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്നുള്ള മാട്രിക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ അഡീഷൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് എന്തായിരിക്കും? ഇതേ ഓർഡറുള്ള മാട്രിക്സ് ആയിരിക്കും. ഇതെന്താ ഓർഡർ? എന്താണ്? 3/2 ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണ്. അപ്പോൾ എക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് എക്സിന് ഒരു ഇക്വേഷൻ ആക്കി കൊണ്ടുവരിക. കാരണം എക്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 2a plus 3x equal to 5b. നമുക്ക് എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് 2a ഇവിടുന്ന് ഒഴിവാക്കണം. 2a ഇവിടുന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? ഒരു മാട്രിക്സ് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്താൽ മതി. അതേതായിരിക്കും? 2a plus 3x -2 എന്നുള്ള മാട്രിക്സ് എന്ത് ചെയ്യുക? നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു? -2a എന്ത് ചെയ്തു? ഇവിടെ ആഡ് ചെയ്തു. -2 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2a എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ 5b -2a. അപ്പം ഞാൻ എന്താണ് ചെയ്തത്? ഈ ഇക്വേഷനിൽ ഇവിടെയും ഇവിടെ എന്ത് ചെയ്തു? 2a എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, -2a -2a. ഇക്വേഷൻ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഒരേപോലെ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? 2a. ഇനി ഈ -2 എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. -2a plus 3x, അതായത് 2a. ഈ -2 എന്ത് ചെയ്തു? ഇവിടെ എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? 3x എഴുതി. ഈക്വൽ ടു 5b -2a. ഇതിന് റീസൺ എന്താണ്? ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ പ്രശ്നമില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാട്രിക്സ് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് നമ്മൾ a+b ചെയ്യുന്നതും b+a ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഏത് രീതിയിലും ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പ്രശ്നമല്ല. ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഒരു മാട്രിക്സിനോട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? നമുക്ക് 0 മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ 2a അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ത്? -2a. അപ്പോൾ 2a -2a എന്തായിരിക്കും? 0 മാട്രിക്സ് ആയിരിക്കും. സോ 0 plus 3x equal to 5b -2a. ഓക്കെ, ഇനി ഏത് മാട്രിക്സിനോട് എന്തായാലും 0 മാട്രിക്സ് ആഡ് ചെയ്താൽ എന്തായിരിക്കും? അതേ മാട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. 3x equal to 5b -2a. ഓക്കെ, കാരണം എന്താണ്? 0 എന്നുള്ളത് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഓക്കെ, അപ്പോൾ 0നെ ഏത് മാട്രിക്സിലേക്ക് ആഡ് ചെയ്താലും സെയിം മാട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി നമുക്ക് എക്സ് ആണ് കിട്ടുന്നത്. എക്സ് എന്നുള്ള മാട്രിക്സ് ആണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 3 ഇല്ലേ, ഒരു നമ്പർ. ഇപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുക? 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1/3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഇവിടെ 1/3 വരുമ്പോൾ 3യും 3യും കട്ട് ചെയ്ത് ബാക്കി 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 × x എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എക്സ് ആയിരിക്കും. ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്മൾ മൊത്തത്തിൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 × 5b -2a. അപ്പോൾ എക്സ് ഫൈൻഡ് ചെയ്യാൻ, എക്സ് എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5b -2a ചെയ്തിട്ട് നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് x ഈക്വൽ ടു 1/3 ഇൻറ്റു 5b മൈനസ് 2a നമ്മൾ ചെയ്യണം. ഓക്കെ, സോ 1/3 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക, 5 ഇൻറ്റു ബി ചെയ്യുക. 5 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 5 ഇൻറ്റു ബി എന്താണ്, 2 മൈനസ് 2 4 2 മൈനസ് 5 1. ഓക്കെ, അപ്പോൾ 1/3 ഇൻറ്റു 5 ഇൻറ്റു ബി നമ്മൾ എഴുതി, മൈനസ് 2 ഇൻറ്റു എ ചെയ്യണ്ടേ, 2 ഇൻറ്റു എ എന്താണ്, 8 0 4 മൈനസ് 2 3 6. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാം. 1/3 ഇൻറ്റു ഇനി എന്ത് ചെയ്യുക, 5 ഇൻറ്റു ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്കേലാറിൻ്റെ മെട്രിക്സ് എന്താ, എല്ലാ എലമെൻറ്റിനും എന്ത് ചെയ്യുക, ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു മൈനസ് 2 മൈനസ് 10 20 10 മൈനസ് 25 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 5നെ എല്ലാ എലമെൻറ്റ്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണേ, ഈ ബ്രാക്കറ്റ് മൈനസ് 2 ഇൻറ്റു മാട്രിക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് 2 കൊണ്ട് എല്ലാ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 8 16, 2 ഇൻറ്റു 0 0, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 6 12. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, 1/3 ഇൻറ്റു ഇനി ഇത് രണ്ട് മാട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാണ്. നമുക്കറിയാലോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 10 മൈനസ് 16 10 മൈനസ് 16 എന്തായിരിക്കും, -6. ഓക്കെ, നെക്സ്റ്റ് മൈനസ് 10 മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു -10. 20 മൈനസ് 8 എന്തായിരിക്കും, 12 ആയിരിക്കും. നെക്സ്റ്റ് 10 മൈനസ് -4 10 മൈനസ് എന്താവും, പ്ലസ് ആവും. 10 പ്ലസ് 4 14. നെക്സ്റ്റ് മൈനസ് 25 മൈനസ് 6 ഇതെന്തായിരിക്കും, -31. നെക്സ്റ്റ് 5 മൈനസ് 12 5 മൈനസ് 12 എന്തായിരിക്കും, -7. ഇനി നമുക്ക് നേരത്തെ ചെയ്യുന്നത് പോലെ 1/3 ഇൻറ്റു ഈ മാട്രിക്സ് നമ്മൾ ചെയ്യുക. ഓക്കെ, 1/3 ഇൻറ്റു മാട്രിക്സ് എന്തായിരിക്കും, ഓരോ എലമെൻറ്റ് എന്ത് ചെയ്യുക, 1/3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ -6/3 എന്ന് പറഞ്ഞാൽ -2 -10/3 12 ഇൻറ്റു 1/3 ദാറ്റ് മീൻസ് 12/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 14/3. നെക്സ്റ്റ് -31/3. നെക്സ്റ്റ് -7/3 ഓക്കെ. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ നമ്മുടെ എക്സ് എന്നുള്ള മെട്രിക്സ് എന്തായിരിക്കും, ഈ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബ്രാക്കറ്റ് ഈ 1/3നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 1/3നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ ബ്രാക്കറ്റ് നമ്മൾ മിസ് ചെയ്താൽ എന്ത് ചെയ്യും, ആൻസർ തെറ്റും. സോ ഇത്രയാണ് നമ്മുടെ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5209 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 360 മൈനസ് 1. രണ്ട് മാട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് എക്സും വൈയും നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇതാണ്. അതേപോലെ എക്സും വൈയും തമ്മിൽ എക്സിന് വൈ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണ്, ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം, എക്സും വൈയും എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സും വൈയും ആഡ് ചെയ്തിട്ട് കിട്ടിയത് ഇതാണ്, എക്സും വൈയും സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടിയത് ഇതാണ്. സോ ഇതിൻ്റെ ഓർഡർ എന്താണ്, 2/2, ഇതിൻ്റെ ഓർഡർ 2/2. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെ ഓർഡർ എന്തായിരിക്കും, 2/2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, എക്സും വൈയും ഫൈൻഡ് ചെയ്യാം. ആദ്യം ഈ രണ്ട് മാട്രിക്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, നെക്സ്റ്റ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. ഓക്കെ,
അതായത് ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്നത് 5209 പ്ലസ് 360 മൈനസ് 1. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്കറിയാലോ അഡീഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഏത് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. സോ എക്സും ഈ എക്സ് ഇവിടെ എഴുതുക. ഓക്കെ, പ്ലസ് പിന്നെ വൈ, ഇവിടുത്തെ വൈ ഉണ്ട്, പിന്നെ മൈനസ് വൈ ഇവിടെ എഴുതുക. ഓക്കെ, അതായത് അഡീഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് ഏത് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈ എക്സും വൈയും ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, എക്സും ഈ എക്സും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, പ്ലസ് പിന്നെ വൈ, എക്സിന്ന് വൈ സബ്ട്രാക്ട് ചെയ്യുന്ന പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ വൈയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അഡീഷണൽ സബ്ട്രാക്ഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ദിസ് മാട്രിക്സ് പ്ലസ് ദിസ് മാട്രിക്സ്. 5 + 3 എന്താണ്, 8. 2 + 6 8. 0 + 0 0. 9 - 1 എന്താണ്, 8. ഓക്കെ, ഇനി എക്സും ആഡ് ചെയ്ത് എന്തായിരിക്കും, 2x പ്ലസ് y - y എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 2x എന്താണ് നമുക്ക് കിട്ടിയത്, 8 8 0 8. ഓക്കെ, ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 × 2 എന്ന് വരും ഇവിടെ. അപ്പോൾ 1/2 × 2, ഈ 2 × 2 എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അവിടെ 1 ആയിരിക്കും. 1 × x തന്നെ ആയിരിക്കും. ഓക്കെ, സോ x = ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 × 8 0 0 8 8 8 0 8. ഓക്കെ, ഇനി 1/2 കൊണ്ട് എല്ലാ നമ്പേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 1/2 8/2, that is equal to 4. 8 × 1/2 8/2, that is equal to 4. Next 0. 8 × 1/2 8/2, that is equal to 4. ഓക്കെ, സോ എക്സ് എന്നുള്ള മാട്രിക്സ് നമുക്ക് കിട്ടിയല്ലോ. എക്സ് എന്താണ്, 4 4 0 4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, വൈ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എക്സ് ഫൈൻഡ് ചെയ്തത്, എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, അതേപോലെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, വൈ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തതായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ദിസ് മാട്രിക്സ് മൈനസ് ദിസ് മാട്രിക്സ്. ഓക്കെ, എക്സ് പ്ലസ് വൈന്ന് എക്സ് മൈനസ് വൈ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് വൈന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മാട്രിക്സ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതെന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് മൈനസ് എക്സ് അത് നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, പ്ലസ് വൈ, ഈ മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ വൈ, ഇവിടെ വൈ ഉണ്ട്, വൈ പ്ലസ് വൈ. ഓക്കെ, ഈക്വൽ ടു 5. ഈ മാട്രിക്സിൽ നിന്ന് ഈ മാട്രിക്സ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, 5 - 3 എന്താണ്, 2. ഓക്കെ, നെക്സ്റ്റ് 2 - 6 എന്താണ്, -4. 0 - 0 0. 9 - -1 9 + 1 ആവും, അത് 10 ആവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് മാട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ഇനി എക്സ് മൈനസ് എക്സ് എന്താണ്, 0 ആണ്. ഓക്കെ, അതേപോലെ y പ്ലസ് വൈ എന്നാണ് 2y ആവും. അപ്പോൾ 0 + 2y എന്തായിരിക്കും, 2 - 4 0 10. ഓക്കെ, ഇനി 0 + 2y എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, 2y തന്നെയാണ്. കാരണം 0 മാട്രിക്സ് ഇതിലേക്ക് ആഡ് ചെയ്താൽ ഈ മാട്രിക്സിന് ഒരു ചേഞ്ചും വരില്ല, 2y തന്നെ ആയിരിക്കും. സോ 2y = ദിസ് മാട്രിക്സ് എഴുതാം. ഇനി 2y = ദിസ് മാട്രിക്സ് ആണ്, y എന്തായിരിക്കും, ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 1 വരും. 1 × y തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ y എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സൈഡിലും 1/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1/2 × 2 - 4 0 10. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എല്ലാ എലമെന്റ്സിനും എന്ത് ചെയ്യുക, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 × 2 2/2 അതെന്താണ്, 1. -4 × 1/2 -4/2
-4/2 എന്താണ്? -2. 0 × 1/2 0. 10 × 1/2 10/2. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? y എന്നുള്ള മാട്രിക്സ് എന്താണ്? 1 -2 0 5 ആണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ആൻസർ ശരിയാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ എക്സും ആ വൈയും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ എക്സും വൈയും എന്ത് ചെയ്യുക? നേരത്തെ കിട്ടിയ എക്സും ഇപ്പം കിട്ടിയ വൈ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചെയ്യേണ്ടത്. ഇതിലുള്ള ആകെയുള്ള ഒരു ഐഡിയ എത്ര മാത്രമേ ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ. അഡീഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ള ഐഡിയ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിക്സസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് രണ്ട് മാട്രിക്സ് തന്നിട്ടുണ്ട്. C = 1 - 1 2 0 3 4. D = 2 7 -1 1 5 -4. രണ്ട് മാട്രിക്സ് ആണ്. ഓക്കെ. ഈ സീൻ്റെ ഓർഡർ എത്രയാണ്? 2 റോയും ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ 2/3. ഡിയുടെ ഓർഡർ എത്രയാണ്? ഇവിടെ 3 റോ ഉണ്ട്. ഓക്കെ. 2 കോളം ഉണ്ട്. 3 റോ 2 കോളം. ഓക്കെ. ഫസ്റ്റ് അതിൻ്റെ ഓർഡർ 2/3 ആണ്. സെക്കൻഡ് അതിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണ്. ഓക്കെ. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് C × D ആണ്. ഓക്കെ. C × D, അതായത് സിയും ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. C × D നമുക്ക് ഫൈൻഡ് ചെയ്യണം. C × D മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ്, ഓക്കെ, ഈക്വൽ ടു സെക്കൻഡ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ്. ഫസ്റ്റ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തതിൻ്റെ റോസ് അല്ല, ഫസ്റ്റത്തതിൻ്റെ നമ്പർ ഓഫ് കോളംസ്, ഫസ്റ്റ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡതിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തതിൻ്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്, സെക്കൻഡിൻ്റെ നമ്പർ ഓഫ് റോസ് 3 ആണ്. അപ്പോൾ 3 = 3. ഓക്കെ. അപ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. ഓക്കെ. അപ്പോൾ ആ കേസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഫസ്റ്റ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 3 = 3 ആണ്. സോ മാട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഓക്കെ. ഈ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഇൻറ്റു ഈ മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളമാണ് ചെയ്യുന്നത്. റോ തമ്മിൽ ഒരിക്കലും ചെയ്യില്ല. ഇവിടെ റോ എടുക്കുമ്പോൾ ഇവിടെ കോളം. ഓക്കെ. ഇവിടെ കോളം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളിവിടെ റോ എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കേണ്ടതാണ്, ഫസ്റ്റ് റോ ഇൻറ്റു ഇതിൻ്റെ ഫസ്റ്റ് കോളം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ ഏതാണ്? 1 - 1 2. ഇതിൻ്റെ ഫസ്റ്റ് കോളം ഏതാണ്? 2 - 1 5. അപ്പോൾ 1 × 2 പ്ലസ്, ഓക്കെ, 1 × 2 പ്ലസ് -1 × -1 -1 × -1 പ്ലസ് 2 × 5. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും? ഒരു ഒറ്റ എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. അത് ഈ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ റോനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇതേ റോനെ ഇവിടെ നെക്സ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 7 പ്ലസ് -1 × 1 -1 × 1 പ്ലസ് 2 × -4 2 × -4. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. നെക്സ്റ്റ് ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോനെ നമ്മൾ എടുക്കുമ്പോൾ അത് രണ്ടും ഫസ്റ്റ് റോലായിട്ട് എഴുതുക. ഓക്കെ. എല്ലാം ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എപ്പോഴും ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ റൂള്. നെക്സ്റ്റ് ഇവിടെ നെക്സ്റ്റ് റോ നമ്മൾ എടുക്കുക.
ഓക്കെ. നെക്സ്റ്റ് റോ എടുക്കുക. നെക്സ്റ്റ് റോനെ സെക്കൻഡ് റോനെ ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5. ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് ചെയ്തു. ഓക്കെ. ഇനി സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് നമ്മൾ ചെയ്യാം. 0 × 7 പ്ലസ് 3 × 1 പ്ലസ് 4 × -4. ഓക്കെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് മാട്രിക്സ്. ഓക്കെ. ഇനി എന്ത് ചെയ്യുക, ഇതിലെ എലമെൻസിനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നമ്മൾ എഴുതുക. 1 × 2 എന്തായിരിക്കും 2. -1 × -1 എന്താണ് 1 ആണ്. പ്ലസ് 1. 2 × 5 എന്താണ് 10. ഓക്കെ. നെക്സ്റ്റ് 1 × 7 7. 1 × -1 എന്താണ് -1. 2 × -4 -8. ഓക്കെ. നെക്സ്റ്റ് 0 × 2 0. 3 × -1 -3. 4 × 5 20. ഓക്കെ. 0 × 7 0 പ്ലസ് 3 × 1 എന്താണ് 3 ആണ്. മൈനസ് 4 × -4 എന്താണ് 16. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്യാം. അതേപോലെ സബ്ട്രാക്ട് ചെയ്യാനുള്ളത് സബ്ട്രാക്ട് ചെയ്യാം. 2 + 1 + 10 13. 7 -1 -8. അപ്പോൾ 7 ഇതെന്താവും -9 ആവും. 7 - 9 എന്താണ് -2. 0 -3 + 20 അതായത് 20 - 3 എന്താണ് 17 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് 0 + 3 - 16. 3 - 16 എന്താണ് -13. ഓക്കെ. സോ ഇതായിരിക്കും നമ്മുടെ മാട്രിക്സ്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് നോക്കുക 2 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് 2 ആണ്. 2 2. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റത്തതിൻ്റെ നമ്പർ ഓഫ് റോസും സെക്കൻഡതിൻ്റെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കുന്നത് ഓർഡർ. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മാട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഫസ്റ്റത്തതിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡതിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റത്തതിൻ്റെ നമ്പർ ഓഫ് റോസും സെക്കൻഡതിൻ്റെ നമ്പർ ഓഫ് കോളംസും 2/2. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് ചെയ്യുക, അതിവിടെ എഴുതുക. ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് ചെയ്യുക, അതിവിടെ എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് എഴുതുക, അതിവിടെ എഴുതുക. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് ചെയ്യുക, അതിവിടെ എഴുതുക. ഓക്കെ. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻസ്. നെക്സ്റ്റ് എ എന്നുള്ള ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്നുള്ള മാട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ. എയുടെ ഓർഡർ എന്താണ്? ഇവിടെ 3 റോസും 2 കോളംസും. 3 റോസ് 2 കോളംസ്. ഇവിടെ ബി എന്താണ്? 3 റോസ് 2 കോളംസ്. 3/2. നമ്മളിവിടെ എ ഇൻറ്റു ബി നമ്മൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എ ഇൻറ്റു ബി നമുക്ക് ചെയ്യാൻ പറ്റുമോ? എ ഇൻറ്റു ബി പോസിബിൾ ആവണമെങ്കിൽ, എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഈ മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 2. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് 2 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 2ഉം 3ഉം എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യില്ല? എ ഇൻറ്റു ബി നമുക്ക് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. എ ഇൻറ്റു ബി പോസിബിൾ അല്ല. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് 2 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് എന്താണ്? 3 ആണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യില്ല? മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവില്ല. ഓക്കെ. നെക്സ്റ്റ് എ ഈക്വൽ ടു 2 0 -1 3, ബി ഈക്വൽ ടു 5 2 1 1. രണ്ട് മാട്രിക്സ് ആണ്. എ ഇൻറ്റു ബി നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ. എ ഇൻറ്റു ബി നമുക്ക് ഫൈൻഡ് ചെയ്യണം. എ ഇൻറ്റു ബി പോസിബിൾ ആണോ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ?
ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2/2. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2/2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് എന്താണ്? 2 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് എന്താണ്? 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ A ഇൻറ്റു ബി നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഇൻറ്റു ഇതിൻ്റെ ഫസ്റ്റ് കോളം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 ഇൻറ്റു 5 പ്ലസ്, ഇപ്പോൾ 2 ഇൻറ്റു 5 ചെയ്തു. ഇനി 0 ഇൻറ്റു 1. ഓക്കെ, 0 ഇൻറ്റു 1. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്തു, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -1 ഇൻറ്റു 5 -1 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 1. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യാം. അപ്പോൾ -1 ഇൻറ്റു 2 -1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5 എന്താണ്? 10 പ്ലസ് 0 ഇൻറ്റു 1 0. 2 ഇൻറ്റു 2 4 ആണ്. 0 ഇൻറ്റു 1 0. -1 ഇൻറ്റു 5 -5 പ്ലസ് 3 ഇൻറ്റു 1 3. -1 ഇൻറ്റു 2 -2 പ്ലസ് 3 ഇൻറ്റു 1 എന്താണ്? 3. ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 10 പ്ലസ് 0 എന്താണ്? 10 ആണ്. 4 പ്ലസ് 0 4 ആണ്. -5 പ്ലസ് 3 എന്താണ്? -2 ആണ്. -2 പ്ലസ് 3 ദാറ്റ് മീൻസ് 3 - 2 എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് A ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ മാട്രിക്സ് ആയിരിക്കും. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തതിൻ്റെ റോവും സെക്കൻഡിൻ്റെ കോളവും 2/2 ആണ് നമുക്ക് കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുള്ള 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ മാട്രിക്സ് അഡീഷനിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്? A പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. ഓക്കെ, അഡീഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നില്ല? കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും എന്താവണമെന്നില്ല? A ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഈക്വൽ ആവണം എന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ A ഈക്വൽ ടു 1 3 4 -1, ബി ഈക്വൽ ടു 3 2 0 1. നമ്മൾ A ഇൻറ്റു ബി ഫസ്റ്റ് ചെയ്യാം. A ഇൻറ്റു ബി ദാറ്റ് മീൻസ് 1 ഇൻറ്റു 1 3 4 -1 ഇൻറ്റു 3 2 0 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിവിടെ ചെയ്യുന്നു. ഓക്കെ, 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 0. 1 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 0 0 ആണ്. സോ എന്തായിരിക്കും? 3. നെക്സ്റ്റ് 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. 1 ഇൻറ്റു 2 2 ആണ്. 3 ഇൻറ്റു 1 1 ആണ്. സോ 2 പ്ലസ് 3 5. നെക്സ്റ്റ് ദിസ് റോ ഇൻറ്റു ദിസ് കോളം 4 ഇൻറ്റു 3 12 പ്ലസ് -1 ഇൻറ്റു 0 0. 4 ഇൻറ്റു 3 12. നെക്സ്റ്റ് 4 ഇൻറ്റു 2 8 8 -1 ഇൻറ്റു 1 -1 ആയിരിക്കും. സോ 4 ഇൻറ്റു 2 8 -1 ദാറ്റ്സ് ഈക്വൽ 7. സോ A ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എന്തായിരിക്കും? 3 5 12 7 ആയിരിക്കും. ഓക്കെ, ഇനി ബി എ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബി ഇൻറ്റു എ ദാറ്റ്സ് ഈക്വൽ ടു 3 2 0 1 ഇൻറ്റു 1 3 4 -1 1 3 4 -1. ഓക്കെ, 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 4 8 പ്ലസ് 3 11. നെക്സ്റ്റ് 3 ഇൻറ്റു 3 9 പ്ലസ് -2 ദാറ്റ്സ് ഈക്വൽ ടു 9 - 2 ദാറ്റ്സ് ഈക്വൽ ടു 7. നെക്സ്റ്റ് 0
4. 0 plus 4 4. Next 0 minus 1 minus 1. So നമുക്ക് കിട്ടിയ രണ്ട് മെട്രിക്സ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. സോ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എ എന്തല്ല? സെയിം അല്ല. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഇനി ഈക്വൽ ആവുന്ന കേസും ഉണ്ടാവും, പക്ഷെ നമുക്ക് എപ്പോഴും ഇത് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, പക്ഷേ മെട്രിക്സ് അഡീഷൻ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് സീറോ മെട്രിക്സ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിക്സസ്. നമുക്ക് രണ്ട് നോൺ സീറോ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ സീറോ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടാം, യാതൊരു പ്രശ്നവുമില്ല. നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എ ഈക്വൽ ടു 0 - 1 0 2 ഇതെന്താണ്? ഒരു മെട്രിക്സ് ആണ്, ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. നോൺ സീറോ എന്ന് പറയാൻ കാരണം ഇവിടെ നോൺ സീറോ എലമെന്റ് ആണ്, ഇവിടെ നോൺ സീറോ എലമെന്റ് ആണ്. നമ്മളൊരു മെട്രിക്സിന്റെ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഇതിലെ ഈ രണ്ട് എലമെന്റ്സ് എന്തായാലും സീറോ അല്ല. സോ ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണ്. ഇത് എന്താണ്? ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്, കാരണം ഇവിടെ എന്തല്ല? സീറോ അല്ല. ഓക്കെ, സോ ഈ രണ്ട് നോൺ സീറോ മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടാം. ഓക്കെ, നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇൻറ്റു ബി നമ്മൾ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? 0 - 1 0 2 ഇൻറ്റു 3 5 0 0. ഓക്കെ, നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 ഇൻറ്റു 3 പ്ലസ് -1 ഇൻറ്റു 0. 0 ഇൻറ്റു 3 0 -1 ഇൻറ്റു 0 0. സം ചെയ്താൽ 0. നെക്സ്റ്റ് 0 ഇൻറ്റു 5 0 -1 ഇൻറ്റു 0 0. 0 പ്ലസ് 0 0. 0 ഇൻറ്റു 3 0 2 ഇൻറ്റു 0 0. സം ചെയ്താൽ 0. 0 ഇൻറ്റു 5 0 2 ഇൻറ്റു 0 0. 0 പ്ലസ് 0 0. സോ നമുക്ക് എ ഇൻറ്റു ബി ചെയ്തത് നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇതിലെ എല്ലാ എൻട്രീസും സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സീറോ എന്ന് എഴുതാം. സോ നമുക്ക് എന്താണ് കിട്ടിയത്? എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ മെട്രിക്സ്. ഓക്കെ, ഇത് നമ്പർ സീറോ എന്നുള്ള നമ്പർ അല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്പർ അല്ല, ഇതൊരു സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, സോ എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ. സോ നമുക്ക് രണ്ട് നോൺ സീറോ മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ സീറോ മെട്രിക്സ് കിട്ടുന്ന കേസ് വരാം. ഓക്കെ, അതാണ് മറ്റൊരു പോയിന്റ്. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുള്ള ചില പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എനി 3 മെട്രിക്സസ് എ ബി ആൻഡ് സി, നമ്മൾ ഏതെങ്കിലും 3 മെട്രിക്സ് ചൂസ് ചെയ്യാം, എ ബി സി. ഓക്കെ, ദി അസോസിയേറ്റീവ് ലോ എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി. അതായത് ഇത് പറഞ്ഞ എത്രയാണ്? നമുക്ക് 3 മെട്രിക്സ് ഉണ്ട് എ ബി സി. നമ്മൾ ഇതിനെ ഈ രീതിയിൽ ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ബി ഇൻറ്റു സി ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ കൊണ്ടുപോയി എ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതൊരു ഉത്തരം നമുക്ക് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, അതേപോലെ എ ബിയെ നമ്മൾ ചെയ്തു, എന്നിട്ട് സീനെ എന്ത് ചെയ്തു? റൈറ്റിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു, അതൊരു ഉത്തരം കിട്ടി. ആ രണ്ട് ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബി ഇൻറ്റു സി ചെയ്തിട്ട് എ അതിൻ്റെ ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്, റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ആൻസർ മാറും. ഓക്കെ, സോ ബ്രാക്കറ്റ് ഏത് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതായത് നമ്മൾ ബിയും സിയും ആഡ് ചെയ്തിട്ട് എനെ അതിൻ്റെ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആണ്? എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അതേപോലെ എ പ്ലസ് ബി നമ്മൾ ആഡ് ചെയ്തിട്ട് സിയെ ഇതിൻ്റെ റൈറ്റിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആണ്? എ സി പ്ലസ് ബി സി ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദി എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ ഏത് സ്ക്വയർ മാട്രിക്സ് എടുത്താലും ഓക്കെ, അവിടെ ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ഐ ഉണ്ടായിരിക്കും. ഐ ഇൻറ്റു എ ഈക്വൽ ടു എ ആയിരിക്കും, അതേപോലെ എ ഇൻറ്റു ഐ ഈക്വൽ ടു എ ആയിരിക്കും. അതായത് ഏതൊരു മാട്രിക്സ് എയുടെ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മാട്രിക്സിന് യാതൊരു ചേഞ്ചും വരില്ല. ഓക്കെ, അതായത് ഏത് മാട്രിക്സിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഐ എന്നുള്ള ഐഡന്റിറ്റി മാട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷനുള്ള പ്രോപ്പർട്ടീസ്. ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സുകളാണ് ഈ 4 റിസൾട്ടുകൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മിക്കവാറും ഇത് 2x2 മെട്രിക്സ് വെച്ചായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് 3x3 മെട്രിക്സ് വെച്ചാണ്. ഓക്കെ,
If A equal to this matrix, then show that A cube minus 23 into A minus 40 into I equal to 0. അതായത് നമുക്കൊരു മാട്രിക്സ് 3x3 മാട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഈ ഇക്വേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഈ മാട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് നമ്മൾ എൻ്റെ എ ക്യൂബ് നമ്മൾ ഫൈൻഡ് ചെയ്യണം, 23A നമ്മൾ കാണണം, 40 into I കാണണം. എന്നിട്ട് ആ വാല്യൂസ് എല്ലാം കൂടി ഇതിൽ കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 കിട്ടും. 0 മീൻസ് ഇവിടെ 0 എന്നുള്ള നമ്പർ അല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ 0 മാട്രിക്സ് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ഫൈൻഡ് ചെയ്യണം? എ ക്യൂബ് കാണണം. ഓക്കെ, സോ നമ്മൾ ആദ്യം എ ക്യൂബ് കാണണം. എ ക്യൂബ് നമുക്ക് നേരിട്ട് കാണാൻ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയർ ഇൻറ്റു എ എന്തിന് ഈക്വൽ ആയിരിക്കും? എ ക്യൂബിന് ഈക്വൽ ആയിരിക്കും. സോ എ സ്ക്വയർ ഇൻറ്റു എന്തിന് ഈക്വൽ ആണ്? എ ക്യൂബിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ സ്ക്വയർ കാണണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എ സ്ക്വയർ കാണാം. എ സ്ക്വയർ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? എ ഇൻറ്റു എ ചെയ്യണം. ഓക്കെ, എ ഇവിടെ നമുക്കറിയാം. ഓക്കെ, സോ എ ഇൻറ്റു എ ചെയ്യാം. 1 2 3 3 - 2 1 4 2 1. ഓക്കെ, ഈ മാട്രിക്സിനെ ഇതേ മാട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 2 3 3 - 2 1 4 2 1. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 plus 2 into 3 plus 3 into 4. 1 plus 6 plus 1 into 1 1 plus 2 into 3 6 plus 3 into 4 12. Okay, next 1 into 2 2 plus 2 into -2 -4 3 into 2 6. Next 1 into 3 3 2 into 1 2 3 into 1 3. Okay, so first row കൊണ്ടുള്ളത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ 3 into 1 3 -2 into 3 -6 1 into 4 4. Next 3 into 2 6 -2 into -2 plus 4 1 into 2 plus 2. Okay, next 3 into 3 9 -2 into 1 -2 1 into 1 1. Next last row 4 into 1 4 2 into 3 6 1 into 4 4. Next 4 into 2 8 2 into -2 -4 1 into 2 2. Next 4 into 3 12 2 into 1 2 1 into 1 1. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് 2 - 4 -2 6 -2 4 5 8. Next 7 - 6 1 12. Next 10 - 2 8. Next 14. Next 10 - 4 6 15. Okay, so എ സ്ക്വയർ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണേണ്ടത്? എ ക്യൂബ് കാണണം. എ ക്യൂബ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ ഇതാണ്. എ സ്ക്വയർ ഇൻറ്റു എ എന്നുള്ള മാട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് ഞാനിവിടെ വൈപ്പ് ചെയ്തിട്ട് എഴുതുന്നു. ഓക്കെ, സോ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. എ സ്ക്വയർ ദിസ് മാട്രിക്സ് ഇൻറ്റു ദിസ് മാട്രിക്സ്. ഇത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഇൻറ്റു എ നമ്മൾ ചെയ്യണം. എന്തിനു വേണ്ടി? എ ക്യൂബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എ ക്യൂബ് കാണുന്നു. സോ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതി. അതേപോലെ എനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 19 into 1 19 4 into 3 12 8 into 4 32. Next 19 into 2 38 4 into -2 -8 8 into 2 60.
Next, this row into this column. 19 into 3, 57. 4 into 1, 4. 8 into 1, 8. Okay. For first row, in second row into first column. 1 into 1, 1 plus 12 into 3. 12 into 3, 36 plus 8 into 4, 32. Next 1 into 2, 2. 12 into minus 2, minus 24. 8 into 2, 16. Next 1 into 3, 3. 12 into 1, 12. 8 into 1, 8. Okay. Next this row into this column. 14 into 1, 14 plus 6 into 3, 18 plus 15 into 4, 60. Next 14 into 2, 28. 6 into 2 minus 12. 15 into 2, 30. Next 14 into 3, 42. Plus 6 into 1, 6 plus 15 into 1, 15. Okay. നമ്മൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ക്യൂബ് കിട്ടും. ഓക്കെ, എന്തായിരിക്കും കിട്ടുന്നത്? $63. ഓക്കെ, നെക്സ്റ്റ് 38 minus 8, 30. 30 plus 16, 46. Next 57 plus 4, 61. Okay, 61 minus 8, 53. Okay. Next 36 plus 32, 69 കിട്ടും ആഡ് ചെയ്താൽ. നെക്സ്റ്റ് 18 മൈനസ് 6 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 20 പ്ലസ് 3, 23. നെക്സ്റ്റ് 92 കിട്ടും. നെക്സ്റ്റ് 38 മൈനസ് 12, 26. നെക്സ്റ്റ് 63. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? a ക്യൂബ് ഈക്വൽ ടു ദിസ് മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇത് 46 ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 69 ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇതാണ് നമ്മുടെ a ക്യൂബ് എന്നുള്ള മാട്രിക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? a ക്യൂബ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? 23a ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ 40 ഇൻറ്റു ഐയും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 23iയും 40iയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 23a ഫൈൻഡ് ചെയ്യാം, 40i ഫൈൻഡ് ചെയ്യാം. ഓക്കെ, 23 ഇൻറ്റു എ. 23 എന്തായിരിക്കും? 23 ഇൻറ്റു എ എന്നുള്ള മാട്രിക്സ് ഏതാണ്? ഇതാണ്. സോ 1 2 3, 3 minus 2 1, 4 2 1. ഓക്കെ, 23 into 1, 23. 23 into 2, 46. 23 into 3, 69. Next 23 into 3, 69. The minus 46. Then there is 23. 23 into 4. Okay. 92. 23 into 2, 46. 23 into 1, 23. Okay. So, we will do 23 into a, we will find it. In 40 into I, we will find it. Okay. For 40 into I. Okay. 40 into. We will study the matrix. Here, the matrix is 3 by 3 order. So, we will take I,
ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കണം? 3x3 ഓർഡറിലെ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് തന്നിരിക്കുന്നത് 2x2 മെട്രിക്സ് ആയിരുന്നെങ്കിൽ 2x2 ഓർഡറിലെ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഇവിടെ 3x3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 3x3 ഓർഡറിലെ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, 1 0 0 0 1 0 0 0 1. അതായത് ഡയഗണൽ മാത്രം 1, ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിരിക്കും 0. അതാണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. സോ 40 × I എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 40 വരുള്ളൂ. ബാക്കിയൊക്കെ എന്തായി പോകും? 0 ആയി പോകും. സോ 40 0 0 0 40 0 0 0 40. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. A³ നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിരുന്നു. 23 നമുക്കിത് അവിടെ കിട്ടി. 40i നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ 3 മാട്രിക്സ് എന്ത് ചെയ്യും? ഇവിടെ കൊടുത്താൽ നമുക്ക് 0 കിട്ടുമെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തു നോക്കുക, ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. സോ നമ്മൾ എന്ത് ചെയ്തു? A³ - 23a - 40i = A³ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കുക. മൈനസ് 23a നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അതിവിടെ കൊടുക്കുക. -40 × I നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് എന്തിന് ഈക്വൽ ആണോ നോക്കണം? 0ക്ക് ഈക്വൽ ആണോ നോക്കണം. ഓക്കെ, ഈക്വൽ ടു. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുക, ഈ മാട്രിക്സ് നിന്ന് ഇത് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് മാത്രം മൈനസ് ചെയ്യുക. 63 - 23 - 40. അപ്പോൾ 63 - 23 - 40 എന്താണ്? -63 ആവും. അപ്പോൾ 63 - 63 എന്താവും? 0 ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് 46 - 46 0 ആയി, -0. അപ്പോൾ എന്തായി? 0. ഓക്കെ, നെക്സ്റ്റ് 69 - 69 എന്തായി? 0 ആയി, -0 0. ഓക്കെ, അതേപോലെ 69 - 69 എന്തായി? 0 ആയി, -0 0. -6 മൈനസ് എന്താവും? പ്ലസ് ആവും, +40 ആയത്. ഇപ്പോൾ -6 + 40 എന്ന് പറയുമ്പോൾ 40 ആയി, +40. 40 - 40 എന്തായി? 0 ആയി. ഓക്കെ, നെക്സ്റ്റ് 23 - 23 എന്തായി? 0 ആയി, -0 എന്ന് പറയുമ്പോൾ 0. 92 - 92 എന്താണ്? 0 -0 0. 46 - 46 0 ആയി, -0 0. നെക്സ്റ്റ് 63 - 23 - 40. -23 - 40 എന്താണ്? -63 ഇട്ടു. അപ്പോൾ 63 - 63 എന്തായി? 0 ആയി. സോ നമുക്ക് എന്താണ് കിട്ടിയത്? 0 മാട്രിക്സ് കിട്ടി. ഓക്കെ, ഇതിന് നമുക്ക് ഫുൾ എലമെന്റ്സ് 0 ആയതുകൊണ്ട് നമുക്ക് എന്താ? ഇതിന് 0 എന്ന് എഴുതാം. ഓക്കെ, ഇതിന്റെ മീനിങ് ഇത് 0 എന്നുള്ള നമ്പർ അല്ല, 0 മാട്രിക്സിനെ നമ്മൾ ജസ്റ്റ് ഈ നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A³ - 23a - 40i ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ഓക്കെ, ഇതിങ്ങനെ കാണിക്കാൻ എക്സാമിന് മിക്കവാറും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവാൻ മിക്കവാറും 2x2 മാട്രിക്സ് ആയിരിക്കും. അത് കുറച്ചുകൂടി ഈസി ഉണ്ടായിരിക്കും, ടൈം കുറച്ച് മതി ചെയ്യാൻ. ഓക്കെ.